കഥകളി ഇഷ്ടപ്പെടുന്ന ആരും കഥകളി സംഗീതവും ആസ്വദിക്കും. പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ള കഥകളി സംഗീതത്തിൽ 1ാം സ്ഥാനം നേടി ഗോപിക. എടപ്പാൾ ഗവൺമെന്റ് ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയായ ഗോപിക ശാസ്ത്രീയ സംഗീതം പഠിക്കുന്നുണ്ട്. 2 വർഷമായി കഥകളി സംഗീതവും അഭ്യസിക്കുന്നുണ്ട്. കഥകളി എന്ന് പറയുന്നത് നമ്മൾ വളരെ ദൈവികമായിട്ട് കാണുന്ന ഒരു കലയാണല്ലേ. അപ്പോൾ ഈ ഒരു കഥകളിയുടെ കൂടെ തന്നെ കഥകളി സംഗീതം എന്ന് പറയുന്നതും അത്ര ചെറിയൊരു കാര്യമല്ല, വളരെ പഠിച്ചെടുക്കാനും കുറച്ച് പ്രയാസമുള്ള ഒരു കാര്യമാണ്. ശാസ്ത്രീയ സംഗീതം പഠിച്ചവർക്കാണ് കുറച്ചും കൂടി അത് പഠിച്ചെടുക്കാനും കൂടുതൽ എളുപ്പമായിട്ടുണ്ടാവുക. അപ്പം ആ ഒരു കല അഭ്യസിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത്, ഗോപിക. അതെ, ഗോപികയാണ് ഇപ്പം എൻ്റെ കൂടെ ഉള്ളത്. ഗോപികയ്ക്ക് നമ്മുടെ 35ാമത് മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവത്തിൽ കഥകളി സംഗീതത്തിൽ ഫസ്റ്റ് വിത്ത് എ ഗ്രേഡ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഗോപികയുടെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഗോപിക ഏത് സ്കൂളാണ്? ഞാൻ എടപ്പാൾ ഗവൺമെന്റ് സ്കൂളിലാണ്, +2 ആണ്, സയൻസിന് പഠിക്കുന്നത്. ഇപ്പോൾ കഥകളി സംഗീതത്തിനെ പറ്റി ആദ്യം ഒരു ചെറിയൊരു ഇത് പറഞ്ഞിരുന്നു നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. കഥകളി സംഗീതം നമ്മൾ പൊതുവെ കഥകളിയാണ് ഏറ്റവും കൂടുതൽ. പൊതുവെ എല്ലാവരും കഥകളി പറയുമ്പോൾ ആർട്ട് ഫോമാണ്, പാട്ട് അധികം ശ്രദ്ധിക്കാറില്ല. പക്ഷെ അത് പാട്ടിലാണ് മെയിനായിട്ട്, പാട്ടാണ് അഭിനയിച്ചവിടെ കാണിക്കുന്നത്. അത് ഇഷ്ടമുള്ളവർക്ക് ഭയങ്കരമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കല തന്നെയാണ്. ഗോപിക ഇപ്പം എത്ര വർഷമായിട്ട് പാട്ട് പഠിക്കുന്നുണ്ട്? അതുപോലെ തന്നെ കഥകളി സംഗീതത്തിലേക്ക് എപ്പോഴാണ് മാറിയത്? ഞാൻ ചെറുപ്പം തൊട്ട് ശാസ്ത്രീയ സംഗീതം പഠിക്കുന്നുണ്ട്. കഥകളി സംഗീതം ഞാൻ ആദ്യമായിട്ടാണ് മത്സരത്തിന് വേണ്ടി പഠിക്കുന്നത്. ശാസ്ത്രീയ സംഗീതം 2 മാഷുമാരുണ്ട്, നെല്ലുവായ നന്ദകുമാർ സാറും കോട്ടയ്ക്കൽ ചന്ദ്രശേഖര മാഷും. പിന്നെ കഥകളി സംഗീതം ഞാൻ കലാമണ്ഡലം വിനോദ് സാറിൻ്റെ അടുത്താണ് ഇതിന് വേണ്ടി ഞാൻ പഠിക്കാൻ പോകുന്നത്. എത്ര കുട്ടികളുണ്ടായിരുന്നു മത്സരത്തിന്? ഇവിടെ ടോട്ടൽ 6 ആണ്, പക്ഷെ ഒരാളുണ്ടായിരുന്നില്ല, അങ്ങനെ 5 പേര്. അപ്പോൾ കുട്ടികളും പങ്കെടുക്കുന്ന കുറവാണെന്ന് തോന്നുന്നുണ്ട്. ബാക്കിയുള്ളത് വെച്ച് നോക്കുമ്പോൾ കുറച്ച് കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇപ്പോൾ ഗോപികയ്ക്ക് ഫസ്റ്റ് കിട്ടിയ ഒരു ഇതിൻ്റെ ചെറിയൊരു ഭാഗം നമ്മുടെ പ്രേക്ഷകരുടെ പാടും. കുറച്ച് പടം എന്തായാലും വളരെ മനോഹരമായിട്ടാണ് ഗോപിക നമുക്ക് പാടി തന്നത്. എന്തായാലും ഗോപികയ്ക്ക് നമ്മുടെ സംസ്ഥാന തലത്തിലും ഫസ്റ്റ് വിത്ത് എ ഗ്രേഡ് തന്നെ ലഭിക്കട്ടെ നമുക്ക് ആശംസിക്കാം. കൺഗ്രാറ്റ്സ്.